കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഷാഫി പറമ്പിൽ എംപിയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾ നടന്നു. തെറിവിള അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഷാഫി പറമ്പിലിനെ നേരിട്ടത്. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയെ അവർ അഭിസംബോധന ചെയ്ത രീതി എന്നുള്ളത് വളരെ ഒരു പുതിയ ഒരു തലമുറയ്ക്ക് ഒരിക്കലും പഠന വിധേയമാക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ഏതായാലും കേരള രാഷ്ട്രീയത്തിൽ നിലവിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി പരിശോധിക്കുമ്പോൾ ഇവിടെ ചില അജണ്ടകൾ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് അതിൽ ജനങ്ങളെ വീഴ്ത്തിക്കൊണ്ട് യഥാർത്ഥ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ ഇരിക്കുന്ന ഒരു സമീപനമാണ്, ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അത് മീഡിയകളെ ഉപയോഗിച്ചുകൊണ്ടും മറ്റ് സോഷ്യൽ മീഡിയകളായാലും രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരമായാലും അത്തരത്തിലുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്കിത് വ്യക്തമായിട്ട് പരിശോധിക്കാം. കഴിഞ്ഞ ദിവസം ഒരു 2 ദിവസം മുമ്പ് പാലക്കാട് RSSന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്കൂളിൽ സ്ഫോടനം നടക്കുന്നു. സ്ഫോടന വസ്തു കണ്ടെത്തുന്നു. പോലീസ് FIR എടുത്തു. പക്ഷേ അതിന്റെ അന്വേഷണങ്ങളോ ആ സ്കൂളിലേക്കുള്ള പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളോ ഉണ്ടാകുന്നില്ല. മറ്റൊന്ന്, തൃശ്ശൂരിൽ അടുത്ത കാലത്ത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ അട്ടിമറിഞ്ഞ് നടത്തിക്കൊണ്ടുള്ള വിജയമാണ് നടത്തിയത് എന്നുള്ള ഒരു തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉയർന്നു വരുന്നു. എന്നാൽ സുരേഷ് ഗോപിക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വോട്ടർ പട്ടിക ക്രമക്കേടും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്ക് വേണ്ടിയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നില്ല, സമരങ്ങൾ ഉണ്ടാകുന്നില്ല. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇത്തരം ആഭാസകരമായ സമരങ്ങൾക്ക് പിന്നിലാണെന്ന് കൃത്യമായിട്ട് പറയേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉയർത്തി കൊണ്ടുവരുന്നു. ഇന്ന് പാലക്കാട് ജില്ലയിലുള്ള ഒരു BJP നേതാവിന്റെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നു. അതുകൂടാതെ തന്നെ ഇതുമായി ബന്ധമില്ലാത്ത ഷാഫി പറമ്പിലിന്റെ ഒക്കെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് കേരള രാഷ്ട്രീയത്തെ മലീനസമായ ചർച്ചകളിലേക്ക് ഒഴുക്കിവിടാനാണ് ഇവിടത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും മുഖ്യധാര മാധ്യമങ്ങളും മീഡിയകളും ഒക്കെ ശ്രമിക്കുന്നത്. പക്ഷേ നമ്മൾ യഥാർത്ഥ പ്രശ്നത്തെ ഇവിടെ സംസാരിക്കേണ്ടിയിരിക്കുന്നു. ഇവിടത്തെ ജീവൽ പ്രശ്നങ്ങളെ, ജനങ്ങളുടെ പ്രശ്നങ്ങളെ, അതുകൂടാതെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടിക ക്രമക്കേടിനെ, തെരഞ്ഞെടുപ്പ് അട്ടിമറികളെ, പാലക്കാടുണ്ടായ RSSന്റെ വിദ്യാലയത്തിലുണ്ടായ RSS നിയന്ത്രിത സ്കൂളിലുണ്ടായ സ്ഫോടനത്തെ, ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് യഥാർത്ഥത്തിൽ കേരള ജനത നടത്തേണ്ടത്. ഇവിടത്തെ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം പോർവിളികൾ നടത്തുന്നത് മലീനസമായ ചർച്ചകൾക്ക് വേണ്ടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ വലിയ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നു. അതിന്റെ ആഭാസകരമായ സമരങ്ങൾ ആദ്യം BJP നടത്തുന്നു, പിന്നീട് DYFI നടത്തുന്നു, പിന്നീട് CPM തെരുവിലിറങ്ങുന്നു. തുടർന്ന് അത് ഷാഫി പറമ്പിലിന് നേരെ പോകുന്നു. ഷാഫി പറമ്പിൽ നേരിട്ട് ഏതെങ്കിലും കേസിൽ ആരോപണ വിധേയനോ FIR ഇട്ട് അന്വേഷണം നേരിടുന്ന ആളോ ഒന്നുമല്ല. കേവലം ഈ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ഉറ്റ സുഹൃത്താണ്, ഉറ്റ മിത്രമാണ്. അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ ഇതിൽ കുറ്റക്കാരനാണ്, അദ്ദേഹം മറുപടി പറയണമെന്നാണ് വളരെ വളരെ ഒരു തെറ്റായ ഒരു സമീപനമാണ് DYFI സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ തൃശ്ശൂരിലെ വിഷയത്തിൽ അല്ലെങ്കിൽ പാലക്കാട് RSS സ്കൂളിൽ ഉണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്വേഷണങ്ങൾ ഏത് ഗതിയിൽ പോകുന്നു എന്നുള്ള കാര്യങ്ങളിലൊക്കെ DYFI ഒട്ടും ആശങ്കാകുലരല്ല. അവർ സമരം നടത്തുന്നില്ല, അവർ പരസ്പരമായ പോർവിളികൾ നടത്തുന്നില്ല. പക്ഷെ ഇവിടെ ഷാഫി പറമ്പിലിനെയുമായി ബന്ധപ്പെട്ട്, രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പല വിഷയങ്ങൾ, സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിൽ പരസ്പരമുണ്ടാകുന്ന ഇത്തരം പോർവിളികളാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയമായ മറ്റു ചർച്ചകൾ ഇവിടെ നടക്കുന്നില്ല എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് അജണ്ടകൾ സെറ്റ് വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ, ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളെ, അതുകൂടാതെ തന്നെ ഇവിടെ ഭരണകൂടം നടത്തുന്ന വേട്ടകളെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ പ്രശ്നങ്ങളെ, സർക്കാരിന്റെ കുറവുകളെ ഒന്നും ചർച്ചയാക്കാതെ ഇത്തരം മലീനസമായ ചർച്ചകൾ നടത്തുന്നത് കൊണ്ട് കേരളത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് കാര്യക്ഷമമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ് യഥാർത്ഥ പ്രശ്നങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുക എന്നുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങളാണ് രാജ്യത്ത് നടക്കേണ്ടത്. അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്ന മലീനസമായ ചർച്ചകളിൽ നിന്നും വിട്ടുനിൽച്ചുകൊണ്ട് ഇവിടെ നടത്തിയിരിക്കുന്ന റിസർവേഷൻ അടക്കമുള്ള അല്ലെങ്കിൽ ഇവിടെയുള്ള ജീവൽ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ, RSSന്റെ ഈ ഒരു സ്ഫോടനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ,
അതുമായി ബന്ധപ്പെട്ട സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് വിഷയം, രാജ്യം ഒട്ടാകെ ഉണ്ടാകുന്ന വോട്ടർ പട്ടിക ക്രമക്കേട്, രാജ്യത്തുണ്ടാകുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ അതിനാണ് സമരങ്ങൾ നടക്കേണ്ടത്. അതിനു പകരം ഇവിടെ നടത്തുന്ന സമര ആഭാസങ്ങളിൽ നിന്നും വിട്ടുനിൽക്കേണ്ട ഒരു സമീപനം പൊതുജനങ്ങൾ കൈക്കൊള്ളേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇതിനെപ്പറ്റി പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇവിടുത്തെ യഥാർത്ഥ വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള സമരങ്ങൾ നടക്കുന്നതിന് പകരം ഷാഫി പറമ്പിൽ എന്ന ഇതുമായി ബന്ധപ്പെട്ട ഒരാളുമായിട്ടുള്ള ഒരു പരസ്യമായ ഏറ്റുമുട്ടലിലേക്ക് കേരളത്തിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനം പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പരസ്യമായ തെറിവിളികളിലേക്ക്, വെല്ലുവിളികളിലേക്കാണ് പോകുന്നത്. എന്തിനാണ് നടത്തുന്ന ആ സമരം നടത്തുന്നതിന്റെ ആവശ്യകതയെ നമുക്ക് മനസ്സിലാവുന്നില്ല. മറ്റൊരു ഭാഗത്ത് തൃശ്ശൂർ ജില്ലയിൽ അല്ലെങ്കിൽ ഇന്ന് കേരളത്തിലെ ഒരു സ്കൂൾ അധ്യാപിക ഒരു ഓണവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്തിയെന്നതിന്റെ പേരിൽ അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. അവരെ സർവീസിൽ നിന്നും അധ്യാപിക സ്ഥാനത്തു നിന്നും പുറത്താക്കുമെന്ന്, സസ്പെൻഡ് ചെയ്യുമെന്ന് പറയപ്പെടുന്നു. ഇങ്ങനെയുള്ള നടപടികൾ സ്വീകരിക്കുന്നു. അഥവാ ആ ഒരു വിഷയത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുമ്പോൾ ആ ഒരു ഓണാഘോഷവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുസ്ലിം കുട്ടികൾ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചു എന്നതിന്റെ പേരിലാണ് ഇത്തരം ഒരു നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഭരണഘടനാപരമായി ഒരാൾക്ക് പറയാനുള്ള അവകാശങ്ങളുണ്ട്. ഓണപരിപാടിയിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ മറ്റൊരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് ഓണം ആഘോഷിക്കുന്ന ആളുകൾ ആഘോഷിച്ചോട്ടെ, ആഘോഷിക്കേണ്ടാത്ത ആളുകൾ ആഘോഷിക്കേണ്ടതില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ ഉടനെ തന്നെ ഡിവൈഎഫ്ഐ സമരരംഗത്ത് വരുന്നു. അവർ പ്രതിഷേധങ്ങൾ നടത്തുന്നു, കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു, വളരെ പെട്ടെന്ന് തന്നെ നടപടികൾ ഉണ്ടാകുന്നു. മറുഭാഗത്ത് RSSുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസിൽ അവിടെ ഒരു സ്ഫോടനം നടന്നു. ഒരു സ്കൂളിൽ സ്ഫോടനം നടന്നുകൊണ്ട് ഒരു വിദ്യാർത്ഥിക്ക് പരിക്കേൽക്കുന്നു. അവിടെ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അവിടെ കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നില്ല, നടപടികൾ ഉണ്ടാവുന്നില്ല, പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നില്ല. ഇത് രണ്ടു തരം ഇരട്ട സമീപനമാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ കാര്യങ്ങൾ വളരെ വ്യക്തമായി നമ്മൾ പറയേണ്ടതുണ്ട്. അതുകൂടാതെ തന്നെ ഷാഫി പറമ്പിലിനെതിരെ നടക്കുന്ന വകവിളികൾ എന്നുള്ളത് കേവലം നാടകങ്ങൾ മാത്രമാണ്. കേരളത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട്, കേരളത്തിന്റെ യഥാർത്ഥ വിഷയങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ രാജ്യത്തുണ്ടാകുന്ന വോട്ടർ പട്ടിക ക്രമക്കേടും ഇലക്ഷൻ അട്ടിമറിയും അടക്കമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. മറ്റുള്ളതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ നമുക്ക് മുമ്പിലിടുന്ന പൊടിക്കൈകൾ മാത്രമാണ്. അത്തരം ചർച്ചകളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് യഥാർത്ഥ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് അതിലുള്ള ചർച്ചകളാണ് ഇവിടെ മുഖ്യധാരയിൽ അല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ ഗുണകരമായ മാറ്റങ്ങൾക്ക് വിധേയമാക്കേണ്ടത് എന്ന് തന്നെയാണ് ഇതിനെപ്പറ്റി പറയേണ്ടത്.